തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന് ജനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടി CPIM. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ നടപ്പാക്കേണ്ട വികസന ആവശ്യങ്ങൾ സംബന്ധിച്ചാണ് ജനാഭിപ്രായം തേടുന്നത്. ജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കുന്നതിന് പൊതുയിടങ്ങളിൽ ഐഡിയ ബോക്സുകൾ സ്ഥാപിച്ചു. 30 വർഷമായി ഇടതുമുന്നണി അധികാരത്തിലിരിക്കുന്ന തിരുവനന്തപുരം നഗരസഭയിൽ വീണ്ടും അധികാരം പിടിക്കുക ലക്ഷ്യമിട്ടാണ് ജനകീയ പ്രകടന പത്രിക എന്ന ആശയവുമായി CPIM രംഗത്തിറങ്ങിയിരിക്കുന്നത്. നഗരപരിധിയിൽ നടപ്പാക്കേണ്ട വികസന പദ്ധതികൾ, സൗകര്യങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാം. ഇതിനായി ഗ്രന്ഥശാലകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഐഡിയ ബോക്സുകൾ സ്ഥാപിക്കും. ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കൂടി ഈ പ്രകടന പത്രികയിൽ പങ്കെടുക്കുന്നതിന് അവരുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ച് പ്രകടന പത്രിക തയ്യാറാക്കണമെന്നാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി കോർപ്പറേഷനിലെ 101 വാർഡുകളിലും വാർഡ് കേന്ദ്രങ്ങളിലും വായനശാലകൾ, ഗ്രന്ഥശാലകൾ, പൊതുസ്ഥലങ്ങൾ ഇവിടങ്ങളിലെല്ലാം ഞങ്ങളൊരു ബോക്സ് സ്ഥാപിക്കുകയാണ്. ഇമെയിൽ, വാട്സാപ്പ് തുടങ്ങിയവ മുഖേനയും ജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാം. ജനകീയ ഇടപെടലോടെ പ്രകടനപത്രിക തയ്യാറാക്കുന്ന പ്രവർത്തനം ആദ്യം നഗരസഭാ പരിധിയിലാണെങ്കിലും ജില്ലയിലെ മറ്റു തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് CPIMന്റെ തീരുമാനം. നഗരസഭ ഉൾപ്പെടെ തിരുവനന്തപുരം ജില്ലയിലെ ഭൂരിപക്ഷ തദ്ദേശ സ്ഥാപനങ്ങളിലും വിജയിക്കാനാകുമെന്നാണ് CPIMന്റെ പ്രതീക്ഷ. സ്ഥാനാർത്ഥികളുടെ LDFുമായിട്ടുള്ള ചർച്ചകൾ പൂർത്തീകരിച്ചു വരികയാണ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. പിന്നെ മേയർ ആരാകണം എന്നതിനെ സംബന്ധിച്ച് നേരത്തെ ഞങ്ങൾ തീരുമാനിക്കാറില്ല. അത് കഴിഞ്ഞ കാല അനുഭവങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. അത് പിന്നീടാണ് തീരുമാനിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയുടെ മേയറാകാൻ CPIMൽ നേതാക്കളുടെ തിക്കിത്തിരക്കാണ്. ജില്ലാ കമ്മിറ്റി അംഗങ്ങളടക്കം 5 നേതാക്കൾ മേയർ കുപ്പായി മോഹിച്ച് മത്സരത്തിന് തയ്യാറെടുക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.